ശ്രീകണ്ഠാപുരം നഗരത്തിൽ വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായ വ്യാപാര കേന്ദ്രങ്ങൾ സജീവ് ജോസഫ് എം.എൽ.എയും CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷും വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളും സന്ദർശിച്ചു. 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായിരിക്കുന്നത്. വെള്ളപ്പൊക്കം പരിഹരിക്കാൻ വകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് M.L.A. സജീവ് ജോസഫ് പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ശ്രീകണ്ഠാപുരം നഗരത്തിൽ വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായ വ്യാപാര കേന്ദ്രങ്ങൾ സജീവ് ജോസഫ് എം.എൽ.എയും CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരിയും സന്ദർശിച്ചത്. ശ്രീകണ്ഠാപുരത്തെ വെള്ളപ്പൊക്കം പരിഹരിക്കാൻ വകുപ്പ് മന്ത്രിയോട് കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് സജീവ് ജോസഫ് എം.എൽ.എ. പറഞ്ഞു. വളരെയേറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് മാർക്കറ്റ് സൈഡിൽ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസര പ്രദേശങ്ങളിൽ, പയ്യാവൂർ റോഡിൽ, ടൗൺ ജംഗ്ഷനിലൊക്കെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. ഇതിൽ വളരെ പെട്ടെന്നുള്ള അടിയന്തര നടപടികൾ ആവശ്യമാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ ഈ വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഈ സമയം ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 അനുഭവം കണക്കിലെടുത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നില്ല. പുഴകളിലെ മണൽ നീക്കാത്തതും പ്രളയത്തിന് കാരണമായെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. സാധാരണ മഴക്കാലത്തിന് മുമ്പേ മുൻകൂട്ടി സംസ്ഥാന സർക്കാർ നടത്തുന്ന ചില തയ്യാറെടുപ്പുകൾ, ആ തയ്യാറെടുപ്പുകളൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ചെറിയ മഴ വരുമ്പോഴേക്കും നാട് മുഴുവൻ പ്രളയമാകുന്നതിനിടയായിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. മഴക്കാലപൂർവ്വ ശുചീകരണവും അതുപോലെ തന്നെ മഴക്കാലത്തിന് മുന്നോടിയായി ഡാമുകളിലും പുഴകളിലും മറ്റും അടിഞ്ഞുകൂടി കിടക്കുന്ന മണൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമായിരുന്നു. ഇത്തവണ അത്തരം നടപടി സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ ഫലമായിട്ടാണ് മഴ പെയ്ത ഉടനെ തന്നെ നമ്മുടെ പുഴകളും ഡാമുകളുമെല്ലാം നിറഞ്ഞ് കവിയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതാണ് വളരെ പെട്ടെന്ന് തന്നെ ശ്രീകണ്ഠാപുരം ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം വലിയ നിലയിൽ കയറുന്നതിനിടയായിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഓണവിപണി ലക്ഷ്യമിട്ട് കരുതിയ സാധനങ്ങളാണ് വെള്ളപ്പൊക്കത്തിൽ നശിച്ചത്. ദുരന്തബാധിതരിൽ വ്യാപാരികളെയും ഉൾപ്പെടുത്തണമെന്നും പ്രത്യേക പാക്കേജ് വേണമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരിയും പറഞ്ഞു. ശ്രീകണ്ഠാപുരം പട്ടണത്തിലെ പകുതിയിലധികം 200-ൽ പരം വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ഓണത്തിന് വിൽപ്പന നടത്താൻ വേണ്ടി കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടം മേടിച്ച് സ്റ്റോക്ക് ചെയ്തിരുന്ന വിൽപ്പന സാധനങ്ങളും ഫർണിച്ചറുകളും ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ നഷ്ടമാണ്, കോടിക്കണക്കിന് ഉറുപ്പിയുടെ നഷ്ടമാണ് ശ്രീകണ്ഠപുരത്ത് സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രത്യേകിച്ച് ശ്രീകണ്ഠപുരം പട്ടണത്തിലെ വ്യാപാരികൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നതാണ് ഒന്നാമത്. വെള്ളപ്പൊക്കമുണ്ടായ ശ്രീകണ്ഠാപുരം നഗരം ഇനിയും സാധാരണ നില കൈവരിച്ചിട്ടില്ല. മുങ്ങിനശിച്ച കടകൾ വ്യാപാരികളും തൊഴിലാളികളും ചേർന്ന് ശുചീകരിക്കുന്ന പ്രവൃത്തികളും പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.